നമുക്ക് രാഗി രാമായണ മാസമാണല്ലോ. അപ്പൊ രാമായണത്തെ പറ്റി ഒന്ന് കുറച്ച് പറഞ്ഞു പോകാൻ തോന്നുന്നു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഹൃദിസ്ഥമാക്കേണ്ട ഒരു പാഠനം ധർമ്മപാലനമാണ്. നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും വന്നോട്ടെ, അല്ലെങ്കിൽ എന്ത് അവസ്ഥ വന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ധർമ്മം കൈവിട്ടുകൊണ്ട് ആ പ്രതിസന്ധി തരണം ചെയ്യണം. ഒരിക്കലും അധർമ്മം സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രതിസന്ധിയും തരണം ചെയ്യണം. ശ്രീരാമൻ നമ്മളോട് അത് തന്നെയായിരുന്നു പറഞ്ഞതല്ലേ? യെസ്, അത് തന്നെയാണ്. അപ്പോൾ രാഖിയിട്ട് നമുക്ക് തൃശ്ശൂരിലേക്കാണോ പോകേണ്ടത്? ഉറപ്പായും. അവിടെ വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന് നമ്മുടെ സാനുക്യ സജീവ് തയ്യാറായി നിൽക്കുകയാണ്. ഇന്ന് ചരിത്ര പ്രസിദ്ധമായ ആനയൂട്ടാണ് എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ ഇക്കുറി 50-ലധികം ആനകളാണ് അണിനിരക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ നേതൃത്വം നൽകുന്നുമുണ്ട്. ഇനി ഈ നാളികേരം അത് വളരെ സുപ്രധാനമായ ഒരു ചടങ്ങാണ് കേട്ടോ. ഈ ആനയൂട്ടിന് മുന്നോടിയായി 1008 നാളികേരം ഉപയോഗിച്ചുള്ള മഹാഗണപതി ഹോമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ സാനൂൺ ഇന്ന് ദൃശ്യ വിരുന്നായിരിക്കും വടക്കുംനാഥ ക്ഷേത്രത്തിൽ, അല്ലേ സാനു? ഉറപ്പായി. അശ്വതി, രാഖി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയൂട്ടിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലാണ്, പ്രധാന നടയിലാണ്. ഈ പ്രധാന നടയിലൂടെയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ടിലേക്ക് ആനകൾ ഓരോന്നായി പ്രവേശിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവസാന നിമിഷം വരെ, ഈ ഒരു നിമിഷം വരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഔദ്യോഗികമായിട്ട് 50 ആനകൾ ഈ ഒരു ആനയൂട്ടിൽ പങ്കാളികളാകും എന്നുള്ളതാണ്. കാരണം വടക്കുംനാഥ ക്ഷേത്രവും അതേപോലെ തന്നെ തൃശ്ശൂരിന്റെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഈ ആനയൂട്ട് എന്ന് പറയുന്നത്. കാരണം തൃശ്ശൂർ പൂരത്തില് ഇത്രയധികം ആനകൾ പങ്കെടുക്കുമെങ്കിലും അത് പല കോണുകളിലായിട്ടായിരിക്കും, പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ആനകളൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ടാവുക. എന്നാൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ആനയൂട്ടിന് ആനകളെല്ലാം ഒരേ വേദിയിൽ എത്തുന്നു. ഈ 50-ലധികം ആനകൾ ഒരേ വേദിയിൽ എത്തുന്നു. മാത്രമല്ല കൊമ്പന്മാർക്കൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി, അതേ അവകാശത്തോടുകൂടി തന്നെ ഈ പിടിയാനകളും ഈ ഒരു ആനയൂട്ടിൽ പങ്കാളികളാകുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. ഈ ആനകളെല്ലാം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഈ ആനയൂട്ടുകൾ പങ്കാളിയാകുന്നു എന്നുള്ളതും ഈ ഒരു ചടങ്ങിന്റെ ഏറെ പ്രത്യേകതകളിൽ ഒന്നായി മാറുന്ന ഒന്നാണ്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആനയൂട്ടിനായിട്ട് ഓരോ ആനകൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എത്തുന്നതാണ്. ഇവിടെ എത്തുമ്പോഴേക്കും ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ആനയ്ക്ക് ഔദ്യോഗികമായിട്ടൊരു സ്വീകരണം, ഈ മാല അണിയിച്ചുകൊണ്ട് ആനേനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. പിന്നീട് തുടർന്ന് ഓരോ ആനകളും പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് മാറും. ആ പന്തലിൽ വെച്ചാകും ഈ ആനകൾക്ക് ആനയൂട്ട് നൽകുക. ഒപ്പം തന്നെ 1008 ഈ ആനയൂട്ടിന് മുന്നോടിയായിട്ട് 1008 നാളികേരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മഹാഗണപതി ഹോമവും ഇന്ന് രാവിലെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇനി ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കാനുള്ളത്. അതിനും താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ ആനയൂട്ടിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആവേശത്തിലും ആഘോഷത്തിലും ഒക്കെയാണ് ഈ ആനകൾക്ക് ഈ ആനയൂട്ട് നൽകുന്നത്. ഈ ആനയൂട്ട് നൽകുന്നതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. മനുഷ്യർക്ക് എങ്ങനെയാണോ ഈ ഒരു കർക്കിടക മാസത്തിൽ ആയുർവേദ ചിട്ടകൾ പ്രകാരമുള്ള ചികിത്സാ വിധികൾ പ്രകാരമുള്ള രീതിയിൽ അവർ ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഈ ആനകൾക്കും അതേ പരിരക്ഷ നൽകണമെന്നുള്ളൊരു ഒരു സന്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ആനയൂട്ടിലൂടെ ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കാട്ടുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ ഒരു ഗജരാജൻ കൂടി എത്തിയിരിക്കുകയാണ്. ആനയൂട്ടിൽ പങ്കാളിയാവാൻ വേണ്ടി മറ്റൊരു ഗജരാജൻ കൂടി എത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ദേവസ്വത്തിന്റെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് നൽകുന്നു. തുടർന്ന് പൂമാല അണിയിച്ച ശേഷം ഈ ആനയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ ഇത്തരത്തിൽ നിരവധി ആനകൾ ഇതിനോടകം തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 50 ആനകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആനകളാണ് ഈ ഒരു ചടങ്ങിലേക്ക് പങ്കാളിയാവുക. ഒരു ഭാഗത്ത് കൊമ്പനാനകൾ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അവർക്ക് അഭിമുഖമായിട്ട് പിടിയാനകൾ കൂടി അണിനിരക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാണ്, അതേപോലെ തന്നെ ഒരു ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്, ആയുർവേദത്തിന്റെ ചികിത്സാവിധി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഉദ്ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആനയൂട്ടാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ചടങ്ങിൽ പങ്കാളിയാവും. ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കാളിയാവുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ആനയൂട്ട് കൂടുവാൻ വരികയാണവൻ.